ജനവികാരമായിരിക്കും ഇവിടെ പ്രതിഫലിക്കപ്പെടുക. തിരുവോണനാളിലാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചത്. നിർബന്ധിതമാണ് അങ്ങനെ ഒരു സമര സാഹചര്യം നിലനിൽക്കുന്നു. ശക്തമായി ഞങ്ങൾ ഇവിടെയും പ്രതിഷേധിക്കും, പാർലമെന്റിലും പ്രതിഷേധിക്കും, റെയിൽവേ ബോർഡിന് മുന്നിലും പ്രതിഷേധിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ തകർക്കാൻ മാത്രമേ സഹായിക്കൂ. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, സമ്മർദ്ദം എംപിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകും. കർണാടകയിലെ BJP ലോബിയുടെ സമ്മർദ്ദത്തിന് കേന്ദ്ര ഗവൺമെന്റ് വഴങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും അനുകൂലിക്കാൻ കഴിയില്ല. അതിശക്തമായി തന്നെ ഇത് നേരിടും. ഉത്തരം കൃത്യമാണ്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ അല്ല, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ല, ഇതൊരു ലോജിക്കൽ ഡിസിഷൻ അല്ല, ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്, പൊളിറ്റിക്കൽ കൺവീനിയൻസ് ആണ്, കേരളത്തോടുള്ള അവഗണനയാണ്. സച്ചിൻ മള്ളിക്കാടാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സച്ചിൻ, ഇത് തിരുവോണ നാളിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ഇവിടെ നിന്നുള്ള MP-മാരും ഉറപ്പായും MLA-മാരും. ഇതൊരു തുടക്കം എന്ന് മാത്രമായേ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ, അല്ലേ? ഇത് തുടരും വീണ്ടും ഈ സമരം. റെയിൽവേ മന്ത്രിയെ കാണുന്നു ഇവിടെ തലശ്ശേരിയിൽ. തീർച്ചയായും തിരുവോണ നാളിൽ ശക്തമായ രീതിയിൽ UDF MP-മാരുടെയും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മന്ത്രിമാരെ MLA-മാരടക്കം UDF-ന്റെ പങ്കെടുത്തുകൊണ്ട് തന്നെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് ആയിട്ടുള്ള മന്ത്രി സണ്ണി ജോസഫാണ് ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായും പറഞ്ഞത് ഈ ഒരു ഇരുട്ടിന്റെ മറവിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത്. അത് കേരളത്തോടുള്ള ഏറ്റവും വലിയ വഞ്ചന തന്നെയാണ് എന്ന കാര്യമാണ് മന്ത്രി KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. എന്തായാലും തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ UDF നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. UDF-ന്റെ MP-മാരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ ഡൽഹിയിൽ പാർലമെന്റിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും എന്ന കാര്യവും UDF-ന്റെ MP-മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്ന് തന്നെയാണ് നിലവിൽ UDF-ന്റെ ഒരു സത്യാഗ്രഹ സമരത്തെ ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ശ്യാംലി, ശരി.